നിങ്ങൾക്ക് രോഗികളെ സഹായിക്കാൻ പറ്റുമായിരിക്കെ ഞാൻ പള്ളിയിൽ പോയിട്ട് ഇരുന്നോളാം എന്ന് പറയരുത്. ഏതുപോലെ നല്ല മസിലുള്ള ചെറുപ്പക്കാർ, നല്ല ജിമ്മിനൊക്കെ പോകുന്ന ചെറുപ്പക്കാർ, അവരൊക്കെ വല്ല ചാക്കും പിടിക്കാൻ കിട്ടാറുണ്ടോ? വല്ല മയ്യത്ത് കെട്ടിൽ പിടിക്കാൻ കിട്ടാറുണ്ടോ ഈ മസിലൊക്കെ ഉള്ള ചെക്കന്മാരെ? എനിക്ക് തോന്നുന്നു ഉണ്ടായിരിക്കുണ്ടോ, ഞാൻ അറിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ അതൊക്കെ മസിലൊക്കെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ആ ടൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഭയങ്കര ഗെറ്റപ്പിൽ നടക്കുക എന്നല്ലാണ്ട് ആ മസിൽ കൊണ്ട് ഏതെങ്കിലും ഒരു ബെഞ്ച് എടുത്തു വെക്കാൻ പോലും നമ്മുടെ പ്രവർത്തകന്മാരുടെ കൂടെ കാണാറില്ല. എന്തിനാ പിന്നെ ആ മസിലൊക്കെ? സമൂഹത്തിന് ഉപകാരപ്പെടണ്ടേ, മനുഷ്യർക്ക് ഉപകാരപ്പെടണ്ടേ? അതൊരു ഷോ ഓഫിന് മാത്രമായിട്ട് കാണുന്നൊരു കാലമാണ്. അതിന് കട്ടക്കനെ നിൽക്കുക എന്ന് പറഞ്ഞ ഒരു ഭയങ്കര രസം. കുറേ പ്രോട്ടീൻസും അതും കഴിച്ചിട്ട് എത്ര ചിലവുണ്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു ശരിയായൊരു പനി വലിച്ചാൽ പോവുകയും ചെയ്യും. അപ്പോൾ എത്ര ടെൻഷൻ അടിച്ചിട്ടായി കൊണ്ടെടുക്കണത്? ഈ ഒരു സംഭവം ദീനിന് ഉപകാരപ്പെടണ്ടേ, സമൂഹത്തിന് ഉപകാരപ്പെടണ്ടേ? ആരോഗ്യമുള്ള ആളുകളെ ഞാൻ പോയിട്ട് ഖുർആൻ ഓതിരുന്നോളും എന്നല്ല പറയേണ്ടത്. അവരുടെ ആരോഗ്യം സമൂഹത്തിന് ചെലവഴിക്കണം. അള്ളാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച മുതലാളിമാർ ഒരു പറയാ, ഞാൻ എന്ന് ഒരാഴ്ചയിൽ ഖത്തം തീർക്കാൻ തീരുമാനിച്ചു, അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ പിശുക്ക് എന്ന് പറഞ്ഞ സാധനത്തെ ഇല്ലായ്മ ചെയ്ത് ദാനധർമ്മം ചെയ്യലാണ് നിങ്ങൾക്ക് ശ്രേഷ്ഠമായത്. അത് നിങ്ങൾ ചെയ്യണം. എന്തേ? അള്ളാഹു നിങ്ങൾക്ക് അതിന് സൗകര്യം ചെയ്തിട്ടില്ലേ? ആരോഗ്യമുള്ള ആളുകൾ ആരോഗ്യം കൊണ്ട് അള്ളാഹു ഖിദ്മത്ത് ചെയ്യണം. സമയമുള്ളവർ സമയം കൊണ്ട്, ടെക്നോളജി IT സവ്വികളായ മക്കള് അത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വിദ്യാഭ്യാസ രംഗങ്ങളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം, സഹായിക്കണം. അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. ഏത് ഏരിയയിലാണോ അള്ളാഹു നിങ്ങൾക്ക് നിഅമത്ത് ചെയ്തത് ആ നിഅമത്ത് നിർബന്ധമായും ചെലവഴിക്കാൻ ബാധ്യസ്ഥര. ഒരു പണ്ഡിതനാണെന്ന് വിചാരിക്കുക, ആലിമാന്ന് വിചാരിക്കുക, ഒരു ദർസും ഇല്ല, മദ്രസും ഇല്ല, വഅദും ഇല്ല, ഒന്നുമില്ല. അവര് തീരുമാനിച്ചു ഞാൻ എപ്പോഴും ദിക്ർ ചൊല്ലി ഇങ്ങനെ ഇരുന്നോളാം, ഇനി അങ്ങനെയാണ്. ഇപ്പൊ ത്വരീഖത്തിലേക്ക് കൂടുന്ന ആളുകളെ, ത്വരീഖത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. നല്ല ത്വരീഖത്ത് കിട്ടിക്കഴിഞ്ഞാൽ, പക്ഷെ അത് കിട്ടുമ്പോൾ ചില ആളുകളെങ്കിലും ഉൾവലിയുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെ? ഒരു മൂലയിൽ ഇങ്ങനെ നിൽക്കുക, അങ്ങനെയല്ല. പണ്ഡിതരായ ആളുകള് അവര് ഖുർആനും ദിക്റും ചൊല്ലണ്ടെന്നല്ല, അതിലേറെ പ്രതിഫലമാണ് ആ ഇൽമ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കല അവര് ചെയ്യേണ്ട ഏറ്റവും വലിയ ആദ്യത്തെ ജോലി അതാണ്. ഇങ്ങനെ ഏത് ഏരിയയിലാണോ അള്ളാഹു നിങ്ങൾക്ക് കൂലി തന്നത് ആ പ്രതിഫലം, ആ ഏരിയ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കണം. ഖുർആൻ ചോദിക്കുകയാണ്, പരിശുദ്ധമായ ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം കൊടുക്കും എന്ന് പറയുന്നതും മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുമെന്ന് പറഞ്ഞതും അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുത്ത്, ത്യാഗം ചെയ്ത്, സമ്പത്ത് കൊടുത്ത്, സമയം കൊടുത്ത് ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളും ഇവരും ഒരുപോലെയാണോ? ഒരു കാര്യം മാത്രം ചെയ്യുന്നവരും 100 കൂട്ടം കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മനിരതരായ നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ വോളണ്ടിയേഴ്സ്, നമ്മുടെ സഹചാരിയുടെ പ്രവർത്തകര്, KMCCയുടെ പ്രവർത്തകരുണ്ടാവും, ഇവിടെ വൈറ്റ് കാർഡ് ഉണ്ടാവും, പല ആളുകളുണ്ടാവും, പല സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ. അവര് ചെയ്യുന്ന സേവനങ്ങൾ അവർ തീരുമാനിച്ചു, ഞങ്ങളിഞ്ഞ് ഖുർആൻ ഓതിരുന്നോളാം, ഒരു വെള്ളപ്പൊക്കം പ്രളയം വന്നാൽ ഞങ്ങൾ ആരും കിട്ടൂല. അതാണോ അവർ ചെയ്യേണ്ടത്? അങ്ങനെയാണോ പറയേണ്ടത്? അല്ല. ഈ ഉമ്മത്തിന് സേവനം ചെയ്യുന്നതിനേക്കാളും വലിയൊരു പ്രതിഫലം വേറെ എന്തുണ്ട്? അള്ളാഹുവിന്റെ ആശ്രിതരാണ് അള്ളാഹുവിന്റെ പടപ്പുകള്. മനുഷ്യരെല്ലാം അള്ളാഹിന്റെ ആശ്രിതരാണ്. മക്കളാണ് എന്ന പ്രയോഗമാണ് ഉപയോഗിച്ചത്, ആശ്രിതരാണെന്ന് അതിനർത്ഥം. എന്നിട്ട് പറഞ്ഞു, ഖൈറുഹും, മനുഷ്യരിൽ ഏറ്റവും ഖൈറായവർ, ഖൈറുഹും ലിഅയാലിഹി, അള്ളാഹുവിന്റെ ആശ്രിതർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നവരാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, ജഅൽതും സിഖായത്തൽ ഹാജ്, അള്ളാഹുവിന്റെ ഹാജിമാർക്ക് സേവനം ചെയ്യുന്നു എന്ന ഒരൊറ്റ പേര് പറഞ്ഞിട്ട് വേറെ ഒരു കാര്യവും ചെയ്യാതെ അത് മാത്രം ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത്, ലാ യസ്തഊന ഇൻദല്ലാഹ്, ഒരുപാട് ത്യാഗം ചെയ്യുന്ന ആളുകളും ഒരു കാര്യം മാത്രം ചെയ്യുമെന്ന് പറയുന്നവരും ഒരിക്കലും ഒരുപോലെയല്ല. ലാ യസ്തഊൻ അല്ലദീന ആമനൂ വഹാജറൂ وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون. الذين آمنوا, ഹൃദയത്തിന്റെ ഉള്ളിൽ
ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, പരിപാലകൻ, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് ഞങ്ങളുടെ കണ്ണുകളെ കൊണ്ട് ഈ ലോകത്ത് കാണപ്പെടാത്ത സർവേശ്വരനായ അല്ലാഹു ആണ് എന്ന് അംബിയാഇന്റെ പഠിപ്പിച്ചതിന്റെ പേരിൽ വിശുദ്ധ ഖുർആൻ പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് അത് വിശ്വസിക്കുകയും വഹാജറൂ, എത്രയോ ആളുകൾ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നവരുണ്ട്, സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് പോന്നവരുണ്ട്, കുടുംബം ഉപേക്ഷിച്ച് പോന്നവരുണ്ട് ദീനിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി. വജാഹദൂ ഫീ സബീലില്ലാഹ് ബിഅംവാലിഹിം വഅൻഫുസിഹിം, അല്ലാഹു തന്ന സമ്പത്ത് അല്ലാഹു കൊടുക്കുന്ന ആളുകൾ, ശരീരം കൊണ്ട് സേവനം ചെയ്യുന്നവരെ, രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന 24 മണിക്കൂറും ഫോൺ വിളിച്ചാൽ ആൻസർ ചെയ്യുന്ന പ്രവർത്തകരുണ്ട്. അവർ ഉറങ്ങുന്നില്ല, എപ്പോൾ വിളിച്ചാലും അവർ റെഡിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എവിടെയൊക്കെയല്ല അങ്ങനത്തെ ആൾക്കാര്. ഏത് പ്രയാസം വന്നാലും നമുക്ക് അവരെ വിളിച്ചാൽ മതി, അവരെ വിളിച്ചാൽ മതി, ആ കുട്ടികൾ റെഡിയാണ്. ഭയങ്കര പ്രതിഫലല്ലേ ഇതിനൊക്കെ. ഫുൾ ടൈം ഏത് സമയത്ത് വിളിച്ചോളൂട്ടോ, ഞങ്ങൾ പറ്റുന്ന സേവനം ചെയ്യും. ശരീരം കൊണ്ട് ത്യാഗം ചെയ്യുന്നവർ ഇവരെല്ലാം അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ പ്രതിഫലമുള്ളവരാണ്. അവരാണ് വിജയിക്കുന്നവർ. അവർ വിജയിക്കുന്നവരാണ്, സ്വർഗം കിട്ടുമെന്ന് മാത്രമല്ല ഖാലിദീന ഫീഹാ അബദാ, ഒരിക്കലും മരണമില്ലാത്തൊരു ലോകം അല്ലാഹു സ്വർഗലോകത്തവർക്ക് ആരാമങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് പറഞ്ഞ വാക്ക്, സമുദായത്തിന്റെ സേവനം, ജനങ്ങൾക്ക്, നാടിനെ സേവനം ചെയ്യുന്നത് നമ്മുടെ ദീനിന്റെ മുഖമുദ്രയാണ്. ഒരു കാര്യം മാത്രം ചെയ്ത് അറിയണം, നമ്മുടെ ദീൻ എന്ന് പറയുന്നത് മസ്ജിദിലോ നമ്മുടെ മുസല്ലയിലോ മാത്രം നിൽക്കുന്നതല്ല. ജീവിതത്തിൽ മുഴുവൻ ദീനുണ്ട്, നമ്മൾ ഇടപെടുന്നിടത്ത് മുഴുവൻ ദീനുണ്ട്. അതുകൊണ്ട് ഉമ്മത്തിന് സേവനം ചെയ്യാൻ മുന്നോട്ട് വരണം. ഉമ്മത്തിന്റെ നേതൃത്വത്തിന്റെ വിഷയം വന്നപ്പോഴാണ് ഹബീബായ തങ്ങളുടെ ജനാസയെ പോലും സ്വഹാബിമാരെ മറവ് ചെയ്യാൻ പിന്തിച്ചു വെച്ചത്. ഉമ്മത്തിന്റെ വിഷയം വലിയൊരു വിഷയമാണ്. ഈ ഉമ്മത്തിന്റെ മൊത്തമായ വിഷയങ്ങളിൽ ഇടപെടണം എന്ന് പറയുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്. കോൺസ്റ്റാന്റിനോപ്പിൾ, അതിന്റെ ഇപ്പോഴത്തെ പുതിയ പേര് എന്താണെന്ന് ആർക്കറിയാം? കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പുതിയ പേര് മോനറിയോ? ആർക്കെങ്കിലും അറിയോ? കോൺസ്റ്റാന്റിനോപ്പിൾ വലിയവർക്കൊക്കെ പറയാട്ടോ, പെട്ടെന്ന് പറഞ്ഞാൽ സമ്മാനം കിട്ടും, നേരം വൈകിയ കിട്ടൂല. ഗൂഗിൾ നോക്കണ്ടാവും ചിലപ്പോ. ഇസ്തംബൂൾ ആരോ പറഞ്ഞേ? കൈപൊക്കിയാട്ടെ, പറഞ്ഞാൽ ആരാ? പെൺകുട്ടികൾ നടന്ന, മാഷാ അല്ലാ, ലേഡീസിന്റെ നടന്നതാണ്. ഇസ്തംബൂൾ ഉത്തരം ശരിയാണ്, മാഷാ അല്ലാ. സമ്മാനം കൊടുക്കേണ്ടി വരും അല്ലേ? പണിയായല്ലോ. ഇൻഷാ അല്ലാ ഒരു സമ്മാനം ഉണ്ടാവും ഇൻഷാ അല്ലാ. എവിടെ ഷാഫിയുടെ ദിർഹം വന്നിട്ട് കാര്യമില്ലല്ലോ, ഉറുപ്പിനെ തരണ്ടേ? ഇൻഷാ അല്ലാ തരാം, പോകുന്നതിന് മുമ്പ് ഉണ്ടാവും ഇൻഷാ അല്ലാ. ഇസ്തംബൂൾ, കോൺസ്റ്റാന്റിനോപ്പിൾ പഴയ പേരാ കുസ്തന്തീനിയ. കോൺസ്റ്റാന്റിനോപ്പിൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നാട്. ഇപ്പൊ അതിന്റെ പേര് ഇസ്തംബൂൾ എന്നാണ്. അവിടെ ഇരിക്കുന്ന സ്വഹാബിയാണ് അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. സ്വഹാബി ആരാന്നറിയോ? പുണ്യ നബി തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ ആ സ്വഹാബിയുടെ വീട്ടിലാണ് നബി തങ്ങൾ അന്തി ഉറങ്ങിയത്. തങ്ങൾ മദീനയിലെത്തിയപ്പോൾ എല്ലാവരും പാട്ടുപാട് സ്വീകരിച്ചല്ലോ. എല്ലാവരും പറഞ്ഞു, നബി എൻ്റെ വീട്ടിൽ താമസിക്കണം, എൻ്റെ വീട്ടിൽ. സലാമക്ക് അങ്ങടുത്തുണ്ടോ പൈസ? ഉണ്ടെങ്കിൽ തരേ, ചൂടാറിന് മുമ്പ് കൊടുക്കണം. മറ്റേ ഉസ്താദ് പറഞ്ഞ് പറ്റിച്ചെന്ന് പറയും. സമ്മാനം ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കൊടുക്കണല്ലോ അല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ കോയ സാഹിബ് വരുന്നുണ്ട്. സ്വഹാബിമാര് മുഴുവനും മദീനക്കാരായ അൻസ്വാരികൾ മുഴുവനും പറഞ്ഞു, നബിയെ എൻ്റെ വീട്ടിൽ അങ്ങ് വരണം, എൻ്റെ വീട്ടിൽ താമസിക്കണം, എൻ്റെ വീട്ടിൽ. തങ്ങൾ പറഞ്ഞു, എൻ്റെ ഒട്ടകത്തെ അങ്ങ് വിട്ടേക്കുക. ഖസ്വാ ഫഇന്നഹാ മഅ്മൂറ, അത് അതിൻ്റെ കണക്ഷൻ അല്ലാഹുമായിട്ടാണ്, അതിൻ്റെ സാറ്റലൈറ്റ് കണക്ഷൻ റബ്ബുമായിട്ടാണ്. സാറ്റലൈറ്റ് അല്ല, അല്ലാഹുവിൻ്റെ ലോകവുമാണ്. അത് ഇരിക്കണതും നടക്കുന്നതും അല്ല പറയുമ്പോഴാണ്. അതുകൊണ്ട് ആ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെ ഞാൻ താമസിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഹബീബായ നബി തങ്ങൾ താമസിച്ചത് അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു എന്ന ഈ സ്വഹാബിയുടെ വീട്ടിലാണ്. ഇരുനില വീടായിരുന്നു, ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉണ്ടായിരുന്നു. മേലെ അവർ വിചാരിച്ചു തങ്ങൾ മേലെ താമസിക്കുന്നു.
തങ്ങൾ പറഞ്ഞു വേണ്ട, എന്നെ ആളുകൾ കുറേ കാണാൻ വരൂലേ, അപ്പം അവരെല്ലാവരും കൂടെ മേലെ കയറിയാൽ ബുദ്ധിമുട്ടാവും, ഞാൻ താഴെ നിന്നോളാം. പക്ഷെ അന്ന് രാത്രി അവരുടെ ഒരു വെള്ളത്തിൻ്റെ ബിടാവ് പൊട്ടിപ്പോയി. ഇന്നത്തെ പോലെ വാട്ടർ പ്രൂഫ് ഒന്നും ഉണ്ടാവില്ലല്ലോ, കോൺക്രീറ്റ് ഒന്നും അല്ലല്ലോ. യാ അല്ലാ, അബു അയ്യൂബുൽ അൻസ്വാരി തങ്ങളും ഉമ്മു അയ്യൂബുൽ അൻസ്വാരിയ ബീവിയും അവർക്ക് കിട്ടുന്ന വസ്ത്രം മുഴുവനും നിലത്തിട്ടിട്ട് ഒപ്പിയെടുത്തു എന്നാണ്. ഒരൊറ്റ ഹബീബിൻ്റെ ദേഹത്തേക്ക് വീഴരുത്. അന്ന് രാത്രി അവർ ഉറങ്ങിയിട്ടില്ല എന്നാണ്. അങ്ങനെ ഹബീബിനെ സ്നേഹിച്ച സ്വഹാബിയാണ്. 90 വയസ്സായപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ, അന്ന് ഇസ്തംബൂൾ അല്ല, അന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നാ പറയാം, ഖുസ്തൻതീനിയ, അവിടെ റോമക്കാരുടെ ഭാഗത്തു നിന്നും ഒരു വലിയ ഭീഷണി വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്വഹാബിമാർ പോയ യാത്രയിൽ മഹാൻ പോവുകയുണ്ടായി. അങ്ങനെ ആ അവിടെ എത്തി, യുദ്ധം നടന്നില്ല. അബു അയ്യൂബുൽ അൻസ്വാരി തങ്ങളുടെ വഫാത്തായി. ഇന്നവിടെ വലിയ വലിയ മഖാമാണ് അബു അയ്യൂബുൽ അൻസ്വാരി തങ്ങളുടെ മഖാമ്. ഇസ്തംബൂളിൻ്റെ യൂറോപ്യൻ സൈഡിലാണ്. ഏഷ്യൻ യൂറോപ്പ് രണ്ട് ഭാഗവും 2 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന നഗരമാണ് ഇസ്തംബൂൾ. അവിടെ അബു അയ്യൂബുൽ അൻസ്വാരി തങ്ങളുടെ മഖാം, അയ്യൂബ് സുൽത്താൻ എന്നവർ പറയാം. അവർ ബ് എന്ന് പറയില്ല, പ് എന്നാ പറയാം. അയ്യൂബ് സുൽത്താൻ, പോലീസ് വണ്ടിമലൊക്കെ കാണും. അയ്യൂബ് സുൽത്താൻ ബലദി എസി എന്നാണ് മുനിസിപ്പാലിറ്റി. അയ്യൂബ് സുൽത്താൻ ബലദി എസി, അയ്യൂബ് സുൽത്താൻ എന്നവർ പറയാം. അബു അയ്യൂബുൽ അൻസ്വാരി തങ്ങളെ സുൽത്താൻ എന്നാ വിളിക്കുക, രാജാവ്. മാഷാ അല്ലാഹ്, ഭയങ്കര ബഹുമാനമാണ്. അവിടെ മഖാമൊക്കെ വലിയ മഖാമാണ്. അവിടെ ഹബീബായ തങ്ങളുടെ അവിടുത്തെ ശിരസ്സിലെ ഒരു രോമം, ഒരു ഷഅർ മുബാറക് എടുത്തു വെച്ചിട്ടുണ്ട്. അത് സന്ദർശകർക്ക് കാണാൻ പറ്റും. അവിടെ വലിയൊരു മസ്ജിദുണ്ട്, അതിൻ്റെ പിറകിൽ ഒരുപാട് ഖബർസ്ഥാനുണ്ട്. ആ ഖബർസ്ഥാനിൻ്റെ ഒരു കുന്നിൻ ചെരുവാണ്, ഇപ്പുറത്ത് കടല്. വളരെ മനോഹരമായൊരു വ്യൂ പോയിന്റാണത്. അവിടെ ചെല്ലുമ്പോഴേ എന്താ പോയാ കുറച്ചുള്ളൂല്ലോ, ആയിക്കോട്ടെ, കടലാസല്ലേ. ബിസ്മില്ലാ. മോനെ ഇവിടെ വരി, ഒരാൾ വരി. ആ മൊബൈൽ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉണർന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് സമ്മാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഇടക്ക് തൂങ്ങിയോലൊക്കെ ഒന്ന് ഉണർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സമ്മാനം പ്രഖ്യാപിച്ചാൽ ശരിയാവുമെന്ന് മനസ്സിലാകുന്നുണ്ട്. മഹാനായ അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു 90 വയസ്സുള്ളപ്പോൾ പോയ മഹാനാണ്. അന്നവിടെ ശത്രുക്കളുമായി ഒരു സംഘടന നടക്കുമ്പോഴേ, വലിയ യുദ്ധമല്ല, ആ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ടവരുണ്ടായിട്ടില്ല. ആ സംഘടന നടക്കുമ്പോഴേ ഒരു സ്വഹാബി ശത്രുക്കൾക്കിടയിലേക്ക് കയറിച്ചെന്ന് ധീരമായി പോരാടി അദ്ദേഹം ഷഹീദായി. അപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞു, എന്ത് പണിയാണ് അദ്ദേഹം ചെയ്തത്? അങ്ങനെ ഒറ്റക്ക് പോയാൽ അവര് കൊല ചെയ്യൂലേ, അവര് വധിച്ചു കളയൂലേ? ഇത് ആത്മഹത്യാപരമായി പോയി. ലാ തുൽഖൂ ബിഐദീകും മിലത്തഹ്ലുക, നിങ്ങളാരും നാശത്തിലേക്ക് എടുത്തു ചാടരുത് എന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ ചെയ്തത് ശരിയായില്ലല്ലോ എന്ന് സ്വഹാബിയെ സംബന്ധിച്ച് ചില ആളുകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒറ്റക്ക് പോയതല്ലേ, എന്തിനാ ഒറ്റക്ക് പോയത്? ഇത് കേൾക്കുമ്പോൾ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ഇടപെട്ടുകൊണ്ട് മറുപടി പറയുന്നു, സ്വഹാബികളെ, നിങ്ങളെ തെളിവായി ഉദ്ധരിച്ച ആയത്ത് വലാ തുൽഖൂ ബിഐദീകും മിലത്തഹ്ലുക, നിങ്ങൾ സ്വയം നാശത്തിലേക്ക് എടുത്തു ചാടരുത് എന്ന് പറയുന്ന ഈ ആയത്ത് എവിടെയാണ് അവതരിച്ചത്, എന്നാണ് അവതരിച്ചത് എന്നതിന് സാക്ഷിയാണ് ഞാൻ. ഞങ്ങൾ മദീനയിൽ നിൽക്കുമ്പോ, ഹബീബായ നബി തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ കാല ചരിത്രങ്ങൾ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. മക്കയിലെ 13 കൊല്ലം യുദ്ധം ഒരിക്കലും പാടില്ല എന്ന് ഖുർആൻ പറയുകയും ആത്മസംയമനം പാലിക്കുകയും നിസ്കാരം നിലനിർത്തുകയും ചെയ്യണം, തിരിച്ചടിക്കുക പോലും പാടില്ല എന്ന് പറഞ്ഞ മക്ക കാലഘട്ടത്തിന്റെ താടനങ്ങളും പീഡനങ്ങളും, ഹുബൈബ് റളിയല്ലാഹു അൻഹു ഷഹീദായതും സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ദാരുണമായി കൊല ചെയ്യപ്പെട്ടതും, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ഞങ്ങൾ പറഞ്ഞു, നോക്കണേ, അല്ലാഹു നമുക്ക് നൽകിയ വിജയം എത്ര വലിയ വിജയമാണ്. ബദർ നമ്മൾ വിജയിച്ചു, ഉഹദിലും നമ്മൾ വിജയിച്ചു, ഒരു കഷ്ടിക്ക് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്തു. ഖന്തഖും ഹുനൈനും നമുക്ക് വിജയമാണ്. ഇങ്ങനെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ചാർജിങ് ഫ്രം വിക്ടറി ടു വിക്ടറി. ഇനി നമുക്ക് ഒരല്പസമയമെങ്കിലും നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളുടെ കൂടെ പോയി ഇരിക്കാൻ അവസരമുണ്ടായല്ലോ.
നമുക്ക് ഇപ്പോഴാണല്ലോ ഒന്ന് വീട്ടിലൊന്ന് സ്വസ്ഥമായി ഇരിക്കാൻ സമയം കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയി ഒരൽപ്പം മക്കളുടെ കൂടെ ജീവിക്കാം എന്ന് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ ആയത്തിന്റെ ഭാഗമാണിത്. വഅൻഫിഖൂ ഫീ സബീലില്ലാഹ് വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക. ഈ ഉമ്മത്തിന് വേണ്ടി, ദീനിന് വേണ്ടി ത്യാഗം ചെയ്യുന്നത് നിർത്തിവെച്ചിട്ട് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചാണ് ഖുർആൻ നിങ്ങൾ ആത്മഹത്യാപരമായ കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞത്. ഖുർആന പറഞ്ഞത് യുദ്ധത്തിന് വേണ്ടി പോയി ത്യാഗം ചെയ്ത ആ മനുഷ്യന്റെ വിഷയത്തിലല്ല. നിങ്ങൾ ത്യാഗങ്ങളെല്ലാം മതിയാക്കി ഇനി ഒരൽപ്പസമയം വിശ്രമത്തിന് മാറ്റിവെക്കാം, ഇനി സേവനങ്ങൾ നിർത്തിവെക്കാം എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ വചനം വരുന്നത്. നിങ്ങൾ ആത്മഹത്യാപരമായ നിലപാടുകൾ സ്വീകരിക്കുകയാണോ? കാരണം ആയുസ്സത്ര ചെറുതാണ്, ആയുസ്സത്ര പരിമിതമാണ്. ഈ പരിമിതമായ ആയുസ് നിങ്ങൾ വിശ്രമിച്ചു തീർത്താൽ ആരധ്വാനിക്കും? ആരുണ്ടാവും അവിടെ പണിയെടുക്കാൻ? ആരുണ്ടാകും ഉമ്മത്തിനെ സേവിക്കുവാൻ? അതുകൊണ്ട് ആത്മഹത്യാപരമായത് എന്ന് പറയേണ്ടത് ഒരു മനുഷ്യന്റെ അധ്വാനത്തെ കുറിച്ചല്ല, പിന്നെയോ നിങ്ങൾ വിശ്രമം തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഈ ഉമ്മത്ത് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം, നമ്മൾ കർമ്മനിരതരാവാൻ വന്ന ഉമ്മത്തികളാണ്. നമ്മൾ വെറുതെ ഇരിക്കാമെന്ന്, അത് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ റിമോട്ട് പിടിച്ചിരിക്കുകയാണ് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറ്റണം. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ അതല്ല, ഇനിയും വർക്ക് ചെയ്യാനുണ്ട്. ജോബിൽ പിന്നെ വേറൊരു അവസരം കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചൊരു വയസ്സാണ് റിട്ടയർമെന്റിന്റെ ഏജ്. നിങ്ങൾ ഒന്നിനും പറ്റൂല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ വീണ്ടും കർമ്മനിരതരാവണം. അതുകൊണ്ട് കർമ്മ നൈരന്തര്യം അവസാനിപ്പിക്കുന്നതിനെയാണ് ആത്മഹത്യാപരമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പണിയെടുക്കണം, അധ്വാനിക്കണം, വെറുതെ ഇരിക്കരുത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി തങ്ങൾ എങ്ങനെയായിരുന്നു ആയിഷ ബീവി നിങ്ങളുടെ വീടുകളിൽ എന്ന് ചോദിച്ചപ്പോ കാന യകിനിസുൽ അർള, ഹബീബായ നബി തങ്ങൾ ഭൂമി അടിച്ചു, നമ്മുടെ നിലം അടിച്ചുവാരുമായിരുന്നു. വാക്യൂം ചെയ്യും നബി തങ്ങൾ, ബ്രൂം ചെയ്യും, നിലത്തെ അടിച്ചുവാരും. നമ്മൾ ആണുങ്ങൾ അതൊക്കെ ചെയ്യാൻ മടിക്കൂലേ? അത് നിന്റെ പണിയല്ല എന്നല്ലേ നമ്മൾ പറയാം. നമ്മുടെ ഹബീബായ നബി ഞങ്ങളത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലോ, സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഒരു ചെറിയൊരു അഹങ്കാരം ഉണ്ടാവും മനസ്സിൻ്റെ ഉള്ളിൽ പുരുഷന്മാർക്ക്, ഞാൻ പുരുഷനാണ്. അത് ലേശൊന്ന് ബ്രേക്ക് ചെയ്യണമെന്നാണ്. തങ്ങൾ ഭൂമിയോളം താഴ്ന്നു നിന്നവരാ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമി അടിച്ചുവാരുമായിരുന്നു. വയഖ്സിഫുന അലഹു, ഹബീബിന്റെ ചെരുപ്പ് നബി തങ്ങൾ തുന്നുമായിരുന്നു. വയഹ്ലിബു ഷാതഹു, ആടിനെ പാല് കറക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടുകാരെ സഹായിക്കുമായിരുന്നു. ഫഇദാ ഹളറത്തിസ് സ്വലാഹ്, എന്നാൽ നിസ്കാരം ആസന്നമായാൽ, വാങ്ക് വിളിച്ചാൽ തങ്ങൾ പള്ളിയിലേക്ക് പോകും. കഅന്നഹു ലം യഅരിഫനാ വലം നഅരിഫുഹു, തങ്ങൾക്ക് ഞങ്ങളെയോ ഞങ്ങൾക്ക് തങ്ങളെയോ പരിചയമില്ലാത്ത വിധം തങ്ങൾ പള്ളിയിലേക്ക് പോകും. നിസ്കാരത്തിന്റെ സമയമായാൽ മറ്റൊന്നും ശ്രദ്ധിക്കൂല. അല്ലാത്ത പക്ഷം ഞങ്ങളുടെ കൂടെയാണ്, തമാശ പറയും നബി തങ്ങൾ, സേവനം ചെയ്യും. വീട്ടിൽ ഒരു പെണ്ണ് ചെയ്യുന്ന ജോലിയിൽ നബി തങ്ങൾ സഹായിക്കുമായിരുന്നു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. ആ കൂലി കിട്ടണമെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യണം വീട്ടുകാരെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരപ്പം നിനക്ക് ആമീൻ പറഞ്ഞത്? കുറച്ചാൾക്കാരല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്തതിൻ്റെ അർത്ഥം എന്നറിയേ? പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? വീട്ടിൽ പോയി പണിയെടുക്കണം എന്നാണ് ഈ പറയണതേ. വീട്ടുകാരെ സഹായിക്കണം എന്നാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നല്ല പുതിയാപ്പിള്ളാരട്ടോ, കണ്ണൂരത്തെ പുതിയാപ്പിള്ളാര്, മാഷാ അല്ലാഹ്. മനസ്സറിഞ്ഞ് ആമീൻ പറയുന്നുണ്ട്. പുണ്യനബി ചെയ്തതാണത്, നമുക്കും ചെയ്യണം. നമ്മുടെ ഹബീബിന് അതൊന്നും പ്രശ്നമായില്ലെങ്കിൽ നമ്മൾക്കെന്തിനാ പ്രശ്നം? തങ്ങൾക്ക് ഈഗോ ഇല്ലായിരുന്നു. ഈഗോ ക്ലാഷ് ഒന്നും തങ്ങൾക്കില്ല. മഅദല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന അഹങ്കാരത്തിന്റെ ബിംബങ്ങളെ തച്ചുടച്ചവരാണ്. കഅബാലയത്തിന്റെ ഉള്ളിലും പുറത്തുമായി അന്ന് 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. 360 idols in and around Kaaba. കാബന്റെ ഉള്ളിലും പുറത്തും റൂഫ് ടോപ്പിലൊക്കെ ബിംബങ്ങൾ ഉണ്ടായിരുന്നു. മൊത്തം എണ്ണി നോക്കിയാൽ 360 ബിംബങ്ങൾ. അപ്പൊ അവിടെ തവാഫ് ചെയ്യാൻ സ്ഥലം കിട്ടുമോ? 360 ബിംബമൊക്കെ വെച്ച പിന്നെ കാബന്റെ ഉള്ളിൽ തന്നെ സ്ഥലം കുറവാ, പിന്നെ ബാക്കിയൊക്കെ പുറത്തായിരിക്കും. എത്ര ബിംബങ്ങൾ ഉണ്ടാകും?
ആ ബിംബങ്ങളെ പുണ്യനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു നീക്കുന്നതിൻ്റെ മുമ്പ് നബി തങ്ങൾ ഹൃദയങ്ങൾക്കുള്ളിലെ അഹങ്കാരത്തിൻ്റെ ബിംബങ്ങളെ തച്ചുടക്കുകയാണ് ചെയ്തത്. ഹൃദയങ്ങളെ ഈമാനുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. നമുക്കറിയുമോ, മക്ക വിജയം നടക്കുന്നതിൻ്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 7-ാം വർഷം, അതായത് മദീനയിലേക്ക് പലായനം ചെയ്തതിൻ്റെ 7-ാമത്തെ വർഷം ഉംറത്തുൽ ഖദാ, നഷ്ടപ്പെട്ടു പോയ ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഹുദൈബിയ സന്ധിയെക്കുറിച്ചൊരു ചർച്ച വരാനുണ്ട് വഴിയെ, സമയം അനുവദിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് ബാക്കി പറയാം. ഖളാ വിട്ടാൻ വേണ്ടി വന്ന ഉംറ ചെയ്യുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞാനിതാ 2 തവണ ഉത്തരം നൽകിയിരിക്കുന്നു റബ്ബേ എന്ന് പുണ്യനബി തങ്ങൾ പറയുകയും സ്വഹാബത്തിന്റെ കൂടെ തവാഫ് നിർവഹിക്കുകയും ചെയ്യുമ്പോൾ അവിടെ 360 ബിംബങ്ങൾ ഉണ്ടായിരുന്നു മക്കയിൽ. അന്ന് മക്ക വിജയം നടന്നിട്ടില്ല. മക്കയുടെ കൺട്രോൾ എന്ന് ഖുറൈശികളുടെ കയ്യിലാണ്. മക്ക വിജയം നടന്നിട്ടില്ല. പുണ്യനബി തങ്ങൾ അവിടെ നിസ്കരിക്കാറുണ്ട്. കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോ ആ പരിസരങ്ങളിൽ ബിംബങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം വന്നിരിക്കുന്നു, അസത്യം നാമാവശേഷമായിരിക്കുന്നു, അസത്യം എന്നും നശിച്ചു പോകുന്നത് തന്നെ എന്ന് പറയുന്ന ആയത്തുകൾ ഓതി ഹബീബായ നബി തങ്ങളും 10,000 സുഹാബിമാരും മദീനയിൽ നിന്ന് മക്കയിലേക്ക് കടന്നു വന്ന മക്ക വിജയം എന്ന് പറയുന്ന ഫത്ഹ് മക്ക എന്ന് പറയുന്ന ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന സൂറയിൽ അല്ലാഹു വാഗ്ദാനം ചെയ്ത, പ്രോമിസ് ചെയ്ത മഹാവിജയം നടക്കുമ്പോഴാണ് കഅബാലയത്തിലെ ബിംബങ്ങളെ നബി തങ്ങൾ എടുത്തു മാറ്റുന്നത്. അതായത് റസൂലുള്ളാഹി തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചിട്ട് 20 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ബിംബങ്ങളെ നബി തങ്ങൾ എടുത്തു മാറ്റിയത് എന്നാണ് ഇതിനർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. നബിയേ, മഹാവിജയം നിങ്ങൾക്ക് വരുമെന്ന കാര്യം തീർച്ചയാണ്. ആ വിജയമാണ് മക്കയുടെ വിജയം. ഹിജ്റയുടെ 8-ാം വർഷം പുണ്യനബി തങ്ങൾ കഅബാലയത്തിന്റെ വാതിൽപ്പടിയിൽ ത്രഷോൾഡിൽ പിടിച്ചു നിന്നുകൊണ്ടാണ് പറഞ്ഞത്, യാ മഅ്ശറ ഖുറൈശ് മാ ദന്നുകും അന്നി ഫാഇലും ബികും. ഖുറൈശികളെ, നിങ്ങളെ ഞാൻ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്ന ചോദ്യമടക്കം നബി തങ്ങൾ ചോദിച്ചത് മക്ക വിജയം നടക്കുമ്പോഴാണ്. അവർ പറഞ്ഞില്ലയോ, അൻത അഖുൻ കരീം വബ്നു അഖിൻ കരീം. മുഹമ്മദ് നബിയെ, നിങ്ങൾ ഞങ്ങളുടെ മാന്യനായ സഹോദരനാണ്, ഞങ്ങളുടെ മാന്യനായ സഹോദരന്റെ പുത്രനാണ് നിങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ ഉപദ്രവിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അവിടെയാണ് നബി ഞങ്ങൾ പറഞ്ഞത്, ഇദ്ഹബൂ അൻതുമുത് തുലഖാ ലാ അഖൂലു ലക്കും ഇല്ലാ മാ ഖാല അഖീ യൂസുഫ് ലിഇഖ്വതി. യൂസുഫ് നബി അലൈഹിസ്സലാം തന്നെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച 10 ജ്യേഷ്ഠന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഈജിപ്തിന്റെ സിംഹാസനത്തിൽ രാജാവായി നിൽക്കുമ്പോൾ റേഷൻ വാങ്ങാൻ വന്ന 10 ജ്യേഷ്ഠന്മാരോട് ഞാനാണ് യൂസുഫ് എന്ന് പറഞ്ഞപ്പോ പേടിച്ചു വിറച്ചപ്പോ, നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ സഹോദരൻ യൂസുഫ് തന്നെയാണ്, ഞാൻ പൊട്ടക്കിണറ്റിൽ വീണ് മരിച്ചു പോയിട്ടില്ലായിരുന്നു, ഞാൻ യാത്രാ സംഘത്തോടൊപ്പം ഇങ്ങോട്ട് ഈജിപ്തിലെത്തി കഥ പറഞ്ഞു കൊടുത്തു, അങ്ങനത്തെ യൂസുഫ് തന്നെയാണിത്, നിങ്ങളുടെ മുഖം എനിക്കറിയാം, ഇതെന്റെ വാപ്പയാണ്, ഇതെന്റെ ഉമ്മയാണ്, ഇതെന്റെ സഹോദരൻ ബിന്യാമീനാണ്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം. പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ ഞാനത് നിങ്ങളോട് ഒരു പ്രതികാരവും ചെയ്യില്ല എന്ന് പറഞ്ഞ യൂസുഫ് നബി, യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ, വഹുവ അർഹമുർ റാഹിമീൻ,
അവനാണല്ലോ ഏറ്റവും വലിയ കാരുണ്യവാൻ. എന്നോട് നിങ്ങൾ ചെയ്ത എല്ലാ ക്രൂരതക്കും അള്ളാഹു മാപ്പ് തരട്ടെ എന്ന് സ്വന്തം സഹോദരങ്ങളോട് പറഞ്ഞ യൂസുഫ് നബിയുടെ വാക്കുകളാണ്. ഖുറൈശികളെ, എൻ്റെ കൂടെ കൂടിയ മുസ്ലിമീങ്ങളെ ദാരുണമായി കൊന്നുകളഞ്ഞവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ള 10,000 വരുന്ന സൈന്യത്തിൽ ഞാനൊരു വിരലനക്കിയാൽ ഇവിടെ നരനായാട്ട് ചെയ്യാനും കശാപ്പ് ചെയ്യാനും വലിയൊരു മാസക്കർ ചെയ്യാനും കഴിയുന്ന ആളുകൾ എൻ്റെ കൂടെയുണ്ട്. പക്ഷേ നിങ്ങളാരെയും കൊല്ലാനോ വേദനിപ്പിക്കാനോ പകരം വിട്ടാനോ വന്നതല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. ഇബ്രാഹിം നബി പഠിപ്പിച്ചത്, നൂഹ് നബി പഠിപ്പിച്ചത്, സുലൈമാൻ നബി പഠിപ്പിച്ചത്, മൂസ നബിയും ഈസ നബിയും പഠിപ്പിച്ചത്. അതുകൊണ്ട് ബിംബാരാധന നിർത്തിവെക്കണമേ എന്ന് പറഞ്ഞ് ആ നേരത്താണ് കഅബാലയത്തിന്റെ ഉള്ളിലും പുറത്തുമുള്ള 360 ബിംബങ്ങളെ നബി തങ്ങൾ എടുത്തു കളയുന്നത്. എന്തുകൊണ്ട് അതിന്റെ മുമ്പ് എടുത്തു കളഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, ദീനിലേക്ക് അടുത്തു വരുന്ന ആളുകളുടെ ആ മനസ്സിന്റെ സന്നദ്ധതയെ അത് പിന്നോട്ടടിപ്പിക്കും. ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കള്, ഞങ്ങൾ ഇന്നലെ വരെ ആരാധിച്ചത്, അതിനെ തച്ചുടക്കുകയോ എന്നവർ ചിന്തിച്ചു പോകും. അതുകൊണ്ട് നിബിധങ്ങൾ അതവിടെ നിലനിർത്തിക്കൊണ്ട് മനസ്സിനുള്ളിലെ ബിംബങ്ങളെ നിബിധങ്ങൾ ഉച്ചാടനം ചെയ്തു എന്നാ പറയാം. ഖൽബിന്റെ ശുദ്ധീകരണം നടത്തിയതിന് ശേഷം. അതുകൊണ്ടല്ലേ മക്കാ കാലഘട്ടത്തിൽ നിസ്കാരം നിർബന്ധമായില്ലല്ലോ. 5 നേരത്തെ നിസ്കാരം നിർബന്ധമാകുന്ന എപ്പോഴാ? നുബുവത്ത് കിട്ടി 13 കൊല്ലം കഴിഞ്ഞിട്ടാ. 13 കൊല്ലം. ജുമുഅ നിസ്കാരം തുടങ്ങുന്ന 13 കൊല്ലം കഴിഞ്ഞിട്ടാ. നബിതങ്ങൾ നിസ്കരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന് നിസ്കാരം നിർബന്ധമായില്ല. എന്തേ? ഇസ്രാ മിഅ്റാജ് നടന്ന് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാ മദീനയിലേക്കുള്ള യാത്ര നടക്കുന്നത്. ഇസ്രായേലിലെ നിസ്കാരം കിട്ടിയത്. അതുകൊണ്ട് മദീന കാലഘട്ടത്തിന് ശേഷമാണ് കള്ള് നിരോധിച്ചത്, ലഹരി നിരോധിച്ചത്, പലിശ നിരോധിച്ചത്, ഒരുപാട് നിയമങ്ങൾ അള്ളാഹു കൊണ്ടുവന്നത്. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും നിർബന്ധമാക്കപ്പെട്ടത് ഒക്കെ മദീന കാലഘട്ടത്തിലാണ്. 13 കൊല്ലം ഖൽബിലെ ഈമാൻ ഉറപ്പിക്കുകയായിരുന്നു നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുറക്കാതെ നമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈമാൻ ശരിയാവണ്ടേ? ആരാധനയെക്കാളും പ്രാധാന്യം നമ്മുടെ അഖീദക്കാണ്. കർമ്മങ്ങളെക്കാളും വലുത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന വിശ്വാസത്തിനാണ് എന്ന് പ്രയോറിറ്റൈസ് ചെയ്യുകയായിരുന്നു പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളോടൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ് നിർബന്ധിക്കും, മക്കൾ നിസ്കരിക്കും. അതോടൊപ്പം അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം, മോനെ, നമ്മൾ നുണ പറഞ്ഞാലും സത്യം പറഞ്ഞാലും അള്ളാഹു അത് കേൾക്കുന്നവനാണ്. നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹുവിന് വായിക്കാൻ കഴിയും മോനെ. നമുക്ക് ജീവൻ തന്നതും ഇനി ആ ജീവൻ എടുത്തു കൊണ്ടുപോകുന്നതും അള്ളാഹുവാണ് മോനെ. മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അഖീദ, വിശ്വാസം അവരുടെ ഖൽബിലേക്ക് കൊടുക്കണം. അപ്പോഴേ അവരുടെ കർമ്മങ്ങളിൽ അതിന് പ്രകാശമുണ്ടാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി വലിയൊരു കോംപ്രമൈസിന് തയ്യാറാവുകയാണ്. ഹുദൈബിയ സന്ധി നടക്കുന്നു. മക്കയിലേക്ക് മദീനയിൽ നിന്ന് യാത്ര ചെയ്തു വന്ന 450 കിലോമീറ്റർ യാത്ര ചെയ്തു വന്ന സ്വഹാബിമാർ, 1400 സ്വഹാബിമാർ ഹബീബിന്റെ കൂടെയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്നവരാണ്. ഉംറ നിർവഹിക്കുമെന്ന് മുഹല്ലിഖീന റൂസഹും വമുഖസ്സിരീൻ നബി ഞങ്ങൾ സ്വപ്നം കണ്ടു. മുടി മുണ്ഡനം ചെയ്തുകൊണ്ടും മുടി മുറിച്ചുകൊണ്ടും പരിശുദ്ധമായ ഹറമിലേക്ക്, മക്കയിലേക്ക് അവർ കടന്നു വരും. തൽബീത്ത് ചൊല്ലി, ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി. അത് ഉംറയായിരുന്നു. ആ ഉംറയ്ക്ക് വേണ്ടി വരുമ്പോൾ ഹുദൈബിയ എന്ന സ്ഥലത്തെത്തിയപ്പോ, മക്കത്തുനിന്ന് ടാക്സി എടുത്താൽ ഹുദൈബിയയിലേക്ക് പോകാൻ പറ്റും. അവിടെ ഒരു മീഖാത്തുണ്ട്. അവിടെ ചെന്ന് ഇഹ്റാം ചെയ്ത് പോരാൻ പറ്റും. ഹുദൈബിയ കണ്ടവരുണ്ടോ? പോയവരുണ്ടോ? ഒന്ന് കൈവയ്ക്കട്ടെ. മാഷാ അല്ലാഹ്, കണ്ടിട്ടല്ലേ? ചെറിയൊരു അങ്ങാടിയാണ് അവിടെ. അന്ന് മക്കയിലേക്ക് ഏതാനും ഫർലോങ് മാത്രം ബാക്കി നിൽക്കുമ്പോൾ പുണ്യനിബിതങ്ങളെയും സ്വഹാബിമാരെയും അവിടെ തടഞ്ഞു നിർത്തിയിട്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ രംഗം നമ്മൾ ആലോചിക്കണം. വലിയൊരു പ്രതിസന്ധി, നാണക്കേട് എന്ന് പോലും പറയാൻ സ്വഹാബിമാർ മടിച്ചില്ല, ഉമർ റളിയല്ലാഹു അൻഹു അടക്കം. എന്നിട്ട് പോലും ഒരു സമാധാന കരാറിൽ പുണ്യനിബിതങ്ങൾ ഒപ്പുവെച്ചു എന്നത് ചില കാര്യങ്ങൾക്ക് മുൻഗണനാ ക്രമങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനിബിതങ്ങൾ സ്വഹാബികളോട് പറയുന്നു, സ്വഹാബികളെ, നമ്മൾ ഈ വർഷം ഉംറ നിർവഹിക്കാതെ തിരിച്ചു പോവുകയാണ്. പക്ഷേ നമ്മളും ഖുറൈശികളും തമ്മിൽ കരാറിൽ ഒപ്പുവെക്കണം. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് യാത്രയപ്പൊക്കെ കഴിഞ്ഞ് ഹജ്ജിന് പോയി എയർപോർട്ടിൽ എത്തുമ്പോൾ അവിടുന്ന് പറയാം തിരിച്ചു പോയിക്കോളി. അതും കുഴപ്പമില്ല. ഇവിടുന്ന് കയറിപ്പോയി ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ട് പറയാം ഞങ്ങൾ പോകണം, തിരിച്ചു നാട്ടിലേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു വിഷമം ഉണ്ടാവും.
ഇത് കാൽനടയായും ഒട്ടകപ്പുറത്തും മരുഭൂമിയിലെ സർവ ഹാർഷ്നെസ് ഇതൊക്കെ സഹിച്ചു കൊണ്ടുവന്ന യാത്രയാണ്. നിങ്ങൾ പോകണം, എന്നിട്ട് അടുത്ത വർഷം വരണം, എന്നിട്ട് ഉംറ ചെയ്തോളൂ. 3 ദിവസം 3 days ഇൻ ആൻഡ് ഔട്ട്, വരിക പോവുക, നിൽക്കാൻ പാടില്ല. അപ്പൊ സ്വഹാബിമാർ, മക്ക ഈസ് അവർ ഹോം, ഞങ്ങളുടെ നാടാണ് മക്ക, മക്ക ഞങ്ങളുടെ നാടാണ്. അപ്പൊ ഒരു ദേഷ്യം പിടിച്ചു, നിങ്ങളോട് ഞങ്ങൾ പോകാനാ പറയട്ടെ. എന്തിന്? കാരണമൊന്നുമില്ല. ഞങ്ങളുടെ ഒട്ടകങ്ങളെ നിങ്ങൾ തപ്പി നോക്കിക്കോളൂ, പരിശോധിച്ചോളൂ. ഞങ്ങൾ ആയുധവുമായി വന്നവരല്ല, ഞങ്ങൾ യുദ്ധം ചെയ്യാനും വന്നവരല്ല. ഞങ്ങൾ കഅബാലയം കണ്ണ് നിറയെ കണ്ട് ഉംറയും തവാഫ് ചെയ്ത് ഉംറ ചെയ്ത് പോകാൻ വന്നവരാ. പറ്റില്ല, പോകണം, തിരിച്ചു പോകണം. സ്വഹാബിമാർക്ക് ദേഷ്യം വന്നു. അനുയായികളെ ചിലപ്പോൾ നേതാവിനെ പിടിച്ചാൽ കിട്ടും, പക്ഷെ അനുയായികളെ പിടിച്ചാൽ കിട്ടില്ല. ചിലപ്പോ അവർ ഉറഞ്ഞു തുള്ളി, പുണ്യ നബിയേ നമ്മൾ തിരിച്ചു പോവുകയോ? വേണ്ട നബിയെ, അങ്ങ് സമ്മതം നൽകുകയാണെങ്കിൽ ഈ 1400 സ്വഹാബിമാരായ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ തയ്യാറാണ് നബിയെ, അങ്ങൊരു വിരലിറക്കിയാൽ മതി. പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, നമ്മൾ യുദ്ധത്തിനല്ല വന്നത്, ഇരിക്കണം. സുഹൈൽ ഇബ്നു അംർ, ഖുറൈശികളുടെ എമിസറി, അവരുടെ അംബാസഡർ, പുണ്യ നബിയോട് വന്ന് കരാറ് ചെയ്ത് ഒപ്പിടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സുഹൈൽ ഇബ്നു അംറേ, ഞങ്ങൾ തിരിച്ചു പോകാം, പക്ഷേ പ്രൊവൈഡഡ് 10 കൊല്ലത്തേക്ക് യുദ്ധം പാടില്ല. പറ്റുമോ? പറ്റും. 10 കൊല്ലത്തേക്ക് നമ്മൾ തമ്മിൽ യുദ്ധം പാടില്ല, എന്നാ പിന്നെ കരാറാവാം. അപ്പൊ സുഹൈൽ ഇബ്നു അംർ, ഞങ്ങൾക്ക് ചില നിബന്ധനകൾ പറയാനുണ്ട്. ഈ 10 വർഷത്തിനിടക്ക് മക്ക എന്ന ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മദീന എന്ന നിങ്ങളുടെ നാട്ടിലേക്ക് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ അവരെ തിരിച്ചു പറഞ്ഞേക്കണം. ഓക്കെ, നിങ്ങളുടെ നാടായ മദീനയിൽ നിന്ന് ഞങ്ങളുടെ നാടായ മക്കയിലേക്ക് നിങ്ങളുടെ ആളുകൾ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ അവരെ പിടിച്ചു വെക്കും. പടച്ചോനെ, അതെങ്ങനെ ശരിയാവും? അവർക്ക് അനുകൂലമായ, മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലമായ ചില ക്ലോസുകൾ, ചില നിബന്ധനകൾ. തങ്ങൾ പറഞ്ഞു, മതി, കുഴപ്പമില്ല, കുഴപ്പമില്ല, ഞങ്ങളത് സ്വീകരിക്കുന്നു. 10 വർഷം സമാധാനത്തോടെ ജീവിക്കാം, യുദ്ധമുണ്ടാവില്ലല്ലോ. പുണ്യനബി ആഗ്രഹിച്ചത് അതാണ്. ആ ഒരു സമാധാനം ആഗ്രഹിച്ചതിന്റെ പേരിൽ ഹബീബാ നബി തങ്ങൾ കരാറിൽ ഒപ്പുവെക്കുമ്പോൾ ഹാദാ മാ സ്വാലഹ അലൈഹി മുഹമ്മദുൻ റസൂലുള്ളാഹ് മഅ സുഹൈൽ ഇബ്നു അംറുമായി ഖുറൈശികളുടെ പ്രതിനിധിയായ സുഹൈൽ ഇബ്നു അംറുമായി അല്ലാഹുവിന്റെ ദൂതർ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ കരാർ ചെയ്യുന്ന കരാറാണിത്. അപ്പൊ അദ്ദേഹം വെയിറ്റ്, പറ്റൂല, റസൂലുള്ളാഹ് മെസ്സഞ്ചർ ഓഫ് ഗാഡ്, ഇത് ഞങ്ങൾ അംഗീകരിക്കൂല, അതുകൊണ്ട് വെട്ടണം. അലിയേ, അത് വെട്ടിക്കോളൂ. അലി റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സ്ക്രൈബാണ്, തങ്ങളുടെ എഴുത്തുകാരനാണ്. അലി തങ്ങൾ പറഞ്ഞു, നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലയോ? ആ വാക്ക് വരെ വെട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾ വെട്ടുകയോ? പറ്റില്ല നബിയേ. അലിയാരെ, എവിടെയാണ് നിങ്ങൾ റസൂലുള്ളാഹിനെ ഇത് കാണിച്ചിരുന്നത്? തങ്ങൾക്ക് വായിക്കാൻ അറിയില്ല, തങ്ങൾ എഴുത്തും വായനയും അറിയാത്തവരാ. അപ്പൊ അലി തങ്ങളോട്, എന്താ ഇവിടെയാണ് എഴുതിയത്? തങ്ങൾ അങ്ങോട്ട് വായിച്ചു കളഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവര് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇത് ഞങ്ങൾ അംഗീകരിക്കൂല, ഇതിന് പകരം ബിസ്മിക്കല്ലാഹുമ്മ, അത്ര മതി. റഹ്മാനും റഹീമുമായ പടച്ചവൻ ഞങ്ങൾക്കറിയില്ല ഇതൊന്നും. തങ്ങളത് വെട്ടാൻ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എണീറ്റ് നിന്ന് ചോദിച്ചത്, വല്ലാത്തൊരു ചോദ്യം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ അൻത നബിയുല്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂൽ തന്നെ അല്ലയോ? അതേ ഉമറേ, നഅം, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. നബിയേ, അലസ്നാ അലൽ ഹഖി വഹും അലൽ ബാതിൽ, നമ്മൾ സത്യത്തിന്റെ പക്ഷത്തും അവർ അധർമ്മത്തിന്റെ പക്ഷത്തുമല്ലയോ നബിയേ? ഖാല ബല, അതേ ഉമറേ. നബിയേ, ഖത്ലാനാ ഫിൽ ജന്ന വഖത്ലാഹും ഫിന്നാർ, ഇവിടെ ഒരു സംഘട്ടനമോ യുദ്ധമോ നടന്നാൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു വീഴുന്നവർ സ്വർഗത്തിലേക്കും അവരുടെ കൂട്ടത്തിൽ മരിച്ചു വീഴുന്നവർ ജഹന്നമിലേക്കുമല്ലയോ നബിയെ? അതേ ഉമറേ, ശരിയാണ്. ഇങ്ങനെയാണെങ്കിൽ നബിയെ, എന്തിനാണ് നമ്മൾ ഈ മാനക്കേട്, അപമാനം സഹിക്കുന്നത്? എന്തിനാണ് നിന്യത നമ്മൾ സഹിക്കുന്നത്? നമുക്ക് ധീരമായി പോരാടിക്കൂടെയോ? നമുക്ക് യുദ്ധം ചെയ്തൂടെ? എന്തിനാ നബിയെ നമ്മളിത് സമ്മതിച്ചു കൊടുക്കുന്നത്? തങ്ങൾ പറഞ്ഞു, ഇരിക്കിൻ ഉമറേ, ഇരിക്കിൻ. ഉമർ എന്നവർക്ക് ദേഷ്യം വന്നു. സിദ്ദീഖ് തങ്ങളോട് ചെന്ന് പറഞ്ഞു, സിദ്ദീഖേ, എന്താണ് ഈ നടക്കുന്നത്? നമ്മൾ എന്തിനത് സമ്മതിച്ചു കൊടുക്കണം?
അവരുടെ ആളുകൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണമെന്നും, നമ്മളുടെ ആളുകൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നാൽ ഇവര് പിടിച്ചു വെക്കുമെന്നും പറയുന്നതടക്കം എന്തിനു മൂളിക്കൊടുക്കണം? ഇത് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരുടെ കുപ്പായത്തിന് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ, ഇന്നഹു ലറസൂലുള്ളാഹി ഹഖാ, സത്യമാണ്, സത്യമാണ്, ഇവിടുന്ന് അള്ളാഹുവിന്റെ തിരുദൂതരാണ് ഉമറേ, അള്ളാഹു പറയുന്നതേ നബി തങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ഉമറേ, ഹബീബിനെ വേദനിപ്പിക്കുന്ന വാക്കുകളൊന്നും പറയല്ലേ, മിണ്ടാണ്ടിരിക്കെ. തങ്ങളുടെ തീരുമാനം നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു, നമ്മൾ തങ്ങളുടെ കൂടെയാണ് ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു മനമില്ലാ മനസ്സോടെയാണ് അവിടെ ഇരുന്നത്. ഉമർ തങ്ങൾക്ക് സഹിച്ചിരുന്നില്ല അത്. പിന്നെ ഉമർ തങ്ങൾ പറഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞപ്പോ, വർഷങ്ങൾ കഴിഞ്ഞപ്പോ എനിക്ക് വലിയ സങ്കടം തോന്നുന്നു. ഞാൻ എന്തിന് നബിയോട് അങ്ങനെയൊക്കെ ചോദിച്ചു? എന്തിന് ഞാൻ എന്നതൊക്കെ പറഞ്ഞു? വേണ്ടില്ലായിരുന്നു. എന്റെ ഹബീബിനെ വേദനിച്ചിട്ടുണ്ടാവില്ലയോ? എന്താ ചോദിച്ച നബിയെ, അങ്ങ് അള്ളാന്റെ റസൂൽ തന്നെ അല്ലേ? സംശയിച്ചിട്ട് ചോദിക്കല്ലേ, അത് ഉറപ്പിക്കാൻ വേണ്ടിയും അഭിമാനം തോന്നിയത് കൊണ്ട് ചോദിച്ചതാണ്. ഞാൻ ആ ചോദ്യങ്ങൾ ചോദിച്ച് തെറ്റായി പോയി. ഹബീബായ നബിയെ, എനിക്ക് മാപ്പാക്കണേ എന്ന് ഹബീബിനോട് പറയണമെന്നുണ്ട്. ഹബീബിന്റെ കാലശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ എന്നവർ പറയുകയാണ്, തങ്ങളുടെ മനസ്സിൽ ഉമർ എന്നവരോട് ഒരു ദേഷ്യവുമില്ല, സ്നേഹം മാത്രമാണ്. ഉമർ എന്നവർ പറയാ, ഞാനാ ചോദിച്ചത് ഹബീബിനെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ. എന്നിട്ട് ജീവിതത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഉമർ എന്നവർ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, എല്ലാ ദാനധർമ്മങ്ങളും, ഉമർ എന്നവർ ചെയ്യുന്ന സേവനങ്ങളും, സമുദായത്തിന്, രാജ്യത്തിന്, നാടിന് ഉമർ എന്നവർ സമർപ്പിച്ച എല്ലാ ത്യാഗപ്രവർത്തനങ്ങളും, അല്ലാഹുവേ, ഞാൻ ചെയ്യുന്നത് അന്ന് നിന്റെ ഹബീബിനോട് ഞാൻ പറഞ്ഞ വാക്കുകൾ പൊറുക്കപ്പെടാനാണ് റബ്ബേ. ഉമർ തങ്ങൾ പറയുമായിരുന്നു, അന്ന് ഞാൻ പറഞ്ഞത് പൊറുക്കപ്പെടാനാ റബ്ബേ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചത് ഒരു യുദ്ധമില്ലാതെ തിരിച്ചു പോകണം എന്നാണ്. 2 വർഷം 10 കൊല്ലത്തെ കരാർ ഒപ്പുവെച്ചെങ്കിലും 2 വർഷമാണ് കരാർ നിലനിന്നത്. 2 വർഷം കഴിഞ്ഞപ്പോൾ ഖുറൈശികളുടെ ആലൈസ്, അവരുടെ കൂടെയുള്ള സഖ്യസംഘങ്ങളിൽപ്പെട്ട ബനൂ ബക്കർ എന്ന് പറയുന്ന ഗോത്രക്കാർ ഈ കരാറിന്റെ ക്ലോസുകളെ ക്രോസ് ചെയ്തു. അവരതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. ഹിജ്റയുടെ 6-ാം വർഷം ഒപ്പുവെച്ച കരാർ ഹിജ്റയുടെ 8-ാം വർഷം പൊളിയുകയാണ്. ആ സമയം അള്ളാഹുവിന്റെ ഹബീബിന് ആക്ഷൻ എടുക്കേണ്ടി വന്നു. ആ ആക്ഷനാണ് മക്ക വിജയത്തിൽ കലാശിച്ചത്. വിശുദ്ധ ഖുർആൻ ഹബീബായ നബി തങ്ങൾ ഇവരുടെ ഈ നിബന്ധനകൾക്ക് വഴങ്ങി കൊടുക്കുകയും, ഈ വർഷം നിങ്ങൾ തിരിച്ചു പോവണം, അടുത്ത വർഷം നിങ്ങൾ ഉംറക്ക് വരാം എന്ന് പറഞ്ഞ് പുണ്യ നബിയും സ്വഹാബിമാരും ഉംറത്തുൽ ഖളാഇന് വേണ്ടി വന്നിട്ടുണ്ട്. പിറ്റത്തെ വർഷം ഹിജ്റ 7-ാം വർഷം. ഇങ്ങനെ നിബിധങ്ങൾ താണുകൊടുത്തത്, വഴങ്ങിക്കൊടുത്തത് ഭീരുത്വമാണ് എന്ന് മുനാഫിക്കുകൾ പറഞ്ഞപ്പോ, ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ, നബിയേ, നിങ്ങൾക്ക് വമ്പിച്ച വിജയമാണ് നാം തന്നത് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. ഇത് ഭീരുത്വമല്ല. നബി തങ്ങൾ ആ സമാധാന കരാറിൽ ഒപ്പുവെച്ചത്, ശത്രുക്കൾക്ക് അനുകൂലമായ സർവ്വ ക്ലോസുകളും അംഗീകരിച്ചത്, നബി തങ്ങൾ ചെയ്തതിനെ ഫത്ഹാണ്, വിക്ടറിയാണ്, വിജയമാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടെന്നറിയുമോ? രക്തച്ചൊരിച്ചിലുകളില്ലാതിരിക്കാൻ. അവിടെ എങ്ങാനും 1400ഓളം വരുന്ന സുഹാബികളെയും കൊണ്ട് ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ പതാക പിടിക്കുന്ന ചുണക്കുട്ടികളായ നബിയുടെ അനുയായികൾ 1400, 1200 പേരും അല്ലെങ്കിൽ 1400 പേരും അവിടെ വധിക്കപ്പെടുമായിരിക്കാം. അങ്ങനെ ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കലാണ്, സമാധാനമാണ് യുദ്ധത്തെക്കാളും ഏറ്റവും അഭികാമ്യമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രയോറിറ്റൈസേഷൻ പുണ്യനബി തങ്ങൾ ഹുദൈബിയ സന്ധിയിൽ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഉമ്മത്തിന് പഠിക്കാനുള്ള പാഠം ഒരു സമാധാന വർത്തമാനത്തിലൂടെ, ഒരു കോൺഫറൻസിലൂടെ ഒന്നിച്ചിരുന്ന് ഒരു സർവമത സഖ്യം, ഒരു സമാധാന സഖ്യം രൂപപ്പെടുത്തുന്നതിലൂടെ ഒരു നാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ, സംഘടനകളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെങ്കിൽ, വർഗീയ പോരാട്ടങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ എന്ത് വില കൊടുത്തും സമാധാനത്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് 1000 തവണ പഠിപ്പിക്കുകയാണ് ഹബീബുനാ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവേശം കൊണ്ടല്ല നമ്മൾ പെരുമാറേണ്ടത്. ഓർമ്മയുണ്ടോ ബാബരി മസ്ജിദിന്റെ തകർച്ച നടക്കുമ്പോ? ബാബരി മസ്ജിദ് തകർന്നപ്പോ ഡിസംബർ 6-ന് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ വർഗീയ ലഹളകൾ ഉണ്ടായപ്പോ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞത് സമാധാനം പാലിക്കണേ, ആത്മസംയമനം പാലിക്കണേ. നമ്മുടെ കൂടെ നമ്മൾ ഒരുമിച്ച് ജ്യേഷ്ഠാനുജന്മാരെ പോലെ സമാധാനത്തോടെ കഴിയുന്ന അന്യമതവിശ്വാസികൾ നമ്മുടെ കൂടെയുണ്ട്. നമ്മളും അവരും തമ്മിലുള്ള സൗഹാർദ്ദം തകർക്കരുത്, അവരുടെ ആരാധനാലയങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മർഹൂം ആ ഒരു പ്രഖ്യാപനം ചെയ്തപ്പോ ചില ആളുകൾക്കെങ്കിലും അന്നും മുറുമുറുപ്പുണ്ടായിരുന്നു. സമാധാനത്തിന്റെ താരാട്ടുപാട്ടി ഉമ്മത്തിനെ ഉറക്കുകയാണല്ലേ എന്ന് കളിയാക്കി പറഞ്ഞവരുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മഹാനായ സയ്യിദെങ്ങാനും ആ പക്വമായ തീരുമാനത്തിന് പകരം ഒരു വർഗീയ ലഹളയുണ്ടാക്കുന്ന പരാമർശമാണ് നടത്തിയിരുന്നതെങ്കിൽ എത്രയായിരം നിരപരാധികൾക്ക്, എത്രയായിരം ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുമായിരുന്നു. എത്ര വലിയ ദുരന്തമായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുക. അതിനെ പരിഹരിക്കാൻ മഹാനായ തങ്ങളെടുത്ത പക്വമായ തീരുമാനം ഹുദൈബിയ സന്ധിയിൽ കിട്ടുന്ന ഇൻസ്പിറേഷനാണ്. കാരണം ഒരു യുദ്ധം ഒഴിവാക്കലാണ് എപ്പോഴും അനിവാര്യം. യുദ്ധം നല്ലതല്ല, യുദ്ധം നഷ്ടമാണ്, ആർക്കും നഷ്ടമാണ്. അത് ചെയ്യുന്നവർക്കും യുദ്ധത്തിന് വിധേയരാകുന്നവർക്കും നഷ്ടം തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തീരുമാനത്തെയാണ് ഖുർആൻ ഫത്ഹം മുബീനാ, ഏറ്റവും വലിയ വിജയം എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചത്. ഇത് വമ്പിച്ച വിജയമാണ് നബിയേ. അതുകൊണ്ട് യുദ്ധത്തെക്കാളും സമാധാനത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന ഒരു പാഠം നബി തങ്ങൾ പഠിപ്പിച്ചു. ഇനി നമ്മൾ പോകുന്നത് വിശുദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിലെ ലോക പ്രശസ്തനായ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ടെക്സ്റ്റൈൽസ് ബിസിനസ്. മഹാനവറുകൾ ഒരു ഫഖീഹാണ്, കർമ്മശാസ്ത്ര പണ്ഡിതൻ, ഒരു യോദ്ധാവാണ്, കച്ചവടക്കാരനാണ്, ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ഗുരുനാഥനാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനവറുകൾ ഹജ്ജിന് വരുന്നു. ഹറാനിൽ നിന്ന്, ഹറാനല്ല ഖുറാസാനിന്റെ ഭാഗത്ത് നിന്ന്. ഖുറാസാൻ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്ക്മെനിസ്ഥാനിന്റെയും അസർബൈജാനിന്റെയും പരിസര പ്രദേശങ്ങളാണ്. തജിക്കിസ്ഥാൻ, അസർബൈജാൻ, ഈ പ്രദേശങ്ങൾക്ക് പറയുന്ന പേരാണ് ഖുറാസാൻ. അവിടെ നിന്നൊരു യാത്രാ സംഘവുമായി പരിശുദ്ധമായ ഹജ്ജിന് കടന്നു വരുന്നു അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. മിനിമം 2000 കിലോമീറ്റർ, അതിലേറെ വരും. അത്രയും ദൂരം ഒട്ടകപ്പുറത്തും കാൽനടയായും മാസങ്ങളെടുത്ത് ചെയ്ത യാത്രയാണ്, ഹജ്ജിന് വരുന്ന യാത്രയാണ്. മഹാനവറുകളും അനുയായികളും മദീന വഴിയാണ് മക്കയിലേക്ക് കടന്നു പോകുന്നത്. നോർത്ത് നിന്ന് വരുന്നവർ, വെസ്റ്റ് നിന്ന് വരുന്നവർ മദീന വഴിയാണ് കടന്നു പോകുക. മദീന വഴി പോകുമ്പോൾ മദീനയുടെ പരിസര പ്രദേശത്ത് മഹാനവറുകളുടെ കൂടെയുള്ള 100 കണക്കിന് ആളുകൾ, ഹജ്ജിന് പോകുന്ന ആളുകൾ, അവരെല്ലാവരും മുമ്പൊരിക്കൽ ഹജ്ജ് ചെയ്തവരാ. 2ാമതോ 3ാമതോ 4ാമതോ അവരുടെ സുന്നത്തായ ഹജ്ജിനാണ് ഈ വരുന്നത്. മഹാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പോന്നു. അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അനുയായികൾ ക്യാമ്പ് ചെയ്യുന്നു ഒരു ഗ്രാമത്തിൽ. അന്നവിടെ അവർ താമസിക്കുന്നു. അവിടെ എത്തി നിൽക്കുമ്പോ ഇനി മദീനയിൽ നിന്ന് മക്കയിലേക്ക് കേവലം 500 കിലോമീറ്റർ ആണ് ബാക്കിയുള്ളത്. 500 കിലോമീറ്റർ കൂടെ താണ്ടിക്കടന്നാൽ അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണിലെത്താൻ പറ്റും. ആ കൂട്ടത്തിൽ അവര് ഭക്ഷണത്തിന് കൊണ്ടുവന്ന ഒരു പക്ഷി, അത് കോഴിയായിരുന്നോ പ്രാവാണോ കാടയാണോ അതൊന്നും നമുക്കറിയില്ല, ഒരു പക്ഷി ചത്തുപോയി. ആ പക്ഷിയെ തൊട്ടടുത്തുള്ള ഒരു കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി കളയാൻ വേണ്ടി പറഞ്ഞു മഹാനവറുകൾ. ആ പക്ഷിയെ കൊണ്ടുപോയി കളഞ്ഞപ്പോ ഒരു ബാലനും അവന്റെ ഒരു അനിയത്തിയും 2 പേര് ആ ചത്ത് കിടക്കുന്ന പക്ഷിയെ എടുത്ത് വീട്ടിലേക്ക് ഓടിപ്പോകുന്നു, വീട്ടിലേക്ക് എടുത്ത് കൊണ്ടുപോകുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടു മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക്. മഹാനവറുകൾ ചോദിച്ചു ആളുകളോട്, ആ മക്കൾ എന്തിനാണാവോ ആ ചത്ത പക്ഷിയെ കൊണ്ടുപോകുന്നത്? നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചു നോക്കി. ഒരാളെ പറഞ്ഞയച്ചു. ചെന്ന് നോക്കുമ്പോ ഒരു കൊച്ചു കുടിൽ, ആ കുടിൽ ഉമ്മയും മക്കളുമുണ്ട്, ഈ ജ്യേഷ്ഠനും അനുജത്തിയുമുണ്ട്.
അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളിത് എടുത്തത് എന്ന്. ഞങ്ങളുടെ നേതാവ് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങളിത് എടുത്തു കൊണ്ടുപോയത്? ഇത് ഹറാമല്ലേ, ചത്തുപോയതല്ലേ, ആ മാംസം തിന്നാനൊക്കുമോ? അവര് പറഞ്ഞു, ആഴ്ചകളായിട്ടുണ്ട് ഞങ്ങൾ നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട്, അതുകൊണ്ട് ചത്തതാണെങ്കിൽ ചത്തത്. പ്രയാസമുണ്ടാകുമ്പോൾ, ഗത്യന്തരമില്ലാതിരിക്കുമ്പോൾ അള്ളാഹു ഹറാം ഹലാലാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇതിന്റെ മാംസം കഴിക്കാൻ യോഗ്യതയുള്ളതാണെങ്കിൽ, പറ്റുമെങ്കിൽ ഞങ്ങൾ വേവിച്ച് കഴിക്കുന്നത് വിശപ്പടക്കാനാണ്. മരണമാസന്നമാകുമ്പോൾ നിഷിദ്ധമായത് ഹറാമാ പോലും ഹലാലാകുന്നുവല്ലോ, അതുകൊണ്ട് ഞങ്ങളിത് കഴിക്കാൻ കൊണ്ടുവന്നതാണ്. അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചെവിയിൽ ഈ കഥ കേൾക്കുമ്പോ, ഈ അനുഭവം പറയുമ്പോ ഞെട്ടിത്തരിച്ചുപോയി. മഹാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്റെ കൂടെ വന്ന ഹാജിമാരെ, നിങ്ങൾ ആദ്യത്തെ ഹജ്ജിന് പോകുന്നവർ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നിങ്ങളൊക്കെ രണ്ടാമത്തെ ഹജ്ജിനോ മൂന്നാമത്തേതിനോ വരുന്നവരാണ്. അതുകൊണ്ട് ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജിന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തേക്കാൾ വലിയൊരു പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്താണ് ഇമാം അവറുകളെ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, പറഞ്ഞു തരൂ. നമ്മൾ ഹജ്ജിന് പോകുന്നില്ല, നമ്മൾ ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് 100 ദീനാർ കയ്യിലുള്ള ആളുകൾ 20 ദീനാർ കയ്യിൽ വെച്ച് 80 നമ്മൾ ഈ ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. 80 ദീനാർ, 100-ൽ 80 പാവപ്പെട്ടവർക്ക് ഇവിടെ കൊടുത്തുകൊണ്ട് 20 ദീനാർ കൊണ്ട് കഷ്ടിച്ച് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തണം. അതുകൊണ്ട് കയ്യിലുള്ള മുഴുവൻ ആളുകളും ഹജ്ജിന് കരുതി വെച്ച കാശിന്റെ 80% എന്റെ മുമ്പിൽ ഏൽപ്പിക്കുക. ആ കാശ് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന താബിഈങ്ങൾക്ക് ശേഷം വന്ന മഹാനവറുകൾ ആ കാശ് മുഴുവനും ആ പ്രദേശത്തെ ദാരിദ്ര്യം അനുഭവിക്കുന്ന വീട്ടുകാർക്ക് വിതരണം ചെയ്തു പറഞ്ഞു, കൂടെയുള്ള വന്ന ആളുകളോട്, നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ഹജ്ജ് ഈ ഹജ്ജാണ്, സമ്പത്ത് കൊണ്ട് ചെയ്തു കൊടുക്കേണ്ട ഹജ്ജാണ്. നമ്മുടെ കയ്യിൽ കാശും വെച്ചിട്ട് അള്ളാന്റെ ഹറമിന്റെ അടുത്ത് പോയി നമ്മൾ തവാഫും സഅയും ചെയ്ത് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് നമ്മൾ തിരിച്ചു പോരുമ്പോ, ഈ നാട്ടുകാര് പട്ടിണി കിടക്കുമ്പോ നമ്മുടെ ഹജ്ജിനേക്കാളും അള്ളാഹു നോക്കുന്നത് ഇവരുടെ പട്ടിണി മാറ്റലാണ്. അതുകൊണ്ട് നമുക്ക് പട്ടിണി മാറ്റലാണ് നമ്മുടെ ഹജ്ജ്. നമ്മൾ തിരിച്ചു പോവുകയാണ്. ആ യാത്രാ സംഘത്തെയും കൊണ്ട് മദീനയിലെത്തിയിട്ട് ഖുറാസാനിലേക്ക്, താജിക്കിസ്ഥാനിലേക്ക് തിരിച്ചുപോയ ഇസ്ലാമിക ലോകത്തെ പ്രധാന പണ്ഡിതനാണ് അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. ഇതൊരു പ്രയോറിറ്റൈസേഷനാണ്. നമ്മുടെ നാടുകളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കെ, മരുന്ന് വാങ്ങാൻ കഴിയാത്തവർ, ഡയാലിസിസിന് പോകാൻ പറ്റാത്തവർ, ചോർന്നൊലിക്കുന്ന വീടുള്ളവർ, എന്നിട്ട് അതേ മഹല്ലിൽ നിന്ന്, അതേ നാട്ടിൽ നിന്ന് വർഷാവർഷം റമദാനിൽ ഉംറക്ക്, എല്ലാ വർഷവും ഹജ്ജിന് അങ്ങനെ പോയി പേരും പെരുമയും കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഈ പണിയേക്കാളൊക്കെ ഏറ്റവും വലുത് സ്വന്തം നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. അതാണ് അവർ ഓരോ വർഷവും ഹറമിലേക്ക് ഓടുന്നതിനേക്കാളും വലുത് നാട്ടിൽ ചെയ്തു കൊടുക്കേണ്ട സേവനമാണ്. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് ഇസ്ലാം. മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവര് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അല്ലാഹു സ്വപ്നം കാണിച്ചു കൊടുത്തു. മുബാറക്, അബ്ദുല്ലാഹി മുബാറകേ, നിങ്ങളുടെയും നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ആ ഒരു മഹാസന്ദേശം അല്ലാഹു മനാമിലൂടെ നൽകി മഹാനായ അബ്ദുല്ലാഹി മുബാറക് തങ്ങളവറുകൾക്ക്. എന്തിനെന്നറിയോ? ഉത്തരവാദിത്വ ബോധത്തിന്റെ പേരിൽ സമുദായത്തിന് സേവനം ചെയ്യുന്നത്, നാട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്നത്, മനുഷ്യരോട് കരുണ കാണിക്കുന്നത് ആരാധനകളിൽ ഏറ്റവും വലിയ ആരാധനയാണെന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ, പഠിപ്പിക്കാൻ തന്നെയാണ് അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങൾ ഇത് ചെയ്തത്. ഇതിന് സമാനമായ സംഭവം ഹിജ്റയുടെ 2-ാം നൂറ്റാണ്ടിൽ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കൂഫയിൽ നടന്നിട്ടുണ്ട്. 5 മിനിറ്റ് കൂടെ നിങ്ങളോട് പറഞ്ഞ സമയമായി. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാൻ ജീവിച്ചിരിക്കുമ്പോൾ ആ നാട്ടിലെ പ്രഗൽഭനായ സൂഫി വര്യനാണ് മഹാനായ ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ബിശ്റുൽ ഹാഫി അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ മഹാനായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ എന്നവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ വഫാത്തായപ്പോ
ബിശ്റുൽ ഹാഫി തങ്ങൾ അതിന് മുമ്പ് വഫാത്തായിട്ടുണ്ട്. മഹാനവറുകളോട് ശിഷ്യന്മാര് ചോദിച്ചു, അഹ്മദ് ബിൻ ഹംബൽ എന്നവരോട് സ്വപ്നം കണ്ടപ്പോ സ്വപ്ന ദർശനത്തിൽ ചോദിച്ചു, സത്യസന്ധമായ സ്വപ്നം നബുവത്തിന്റെ 46 അംശങ്ങളിൽപ്പെട്ട അംശമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദ് ബിൻ ഹംബൽ എന്നവരോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക്, അഹ്മദ് ബിൻ ഹംബലെ, അല്ലാഹു എന്താണ് നിങ്ങളോട് ചെയ്തത്? ഖാല ഗഫറ ലീ വഅദ്ഖലനിൽ ജന്ന, അല്ലാഹു എനിക്ക് പുറത്തു തന്നു, എനിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ കടക്കാൻ അവസരം തന്നു. അപ്പൊ അവര് ചോദിച്ചു, മാ ഫഅല ബിശ്റുൽ ഹാഫി, ബിശ്റുൽ ഹാഫി എന്താണ് ചെയ്തത്, അവരുടെ അവസ്ഥ എന്താണ്? അപ്പൊ പറഞ്ഞു, ബഖിൻ ബഖിൻ, എന്ത് പറയാൻ, എത്ര വലിയ ഭാഗ്യവാൻ, എത്ര വലിയ സൗഭാഗ്യവാൻ. മഅല്ലാഹി വഫീ ഹദറതിഹി, അല്ലാഹുവിന്റെ അരികത്ത് റബ്ബിന്റെ സാമീപ്യത്തിൽ നിന്നുകൊണ്ട് യഅകുലു വയശ്റബു മിൻ തിമാരിൽ ജന്നതി വഅൻഹാരിഹാ, സ്വർഗ്ഗത്തിലെ പാനീയങ്ങളും അവിടുത്തെ പഴവർഗ്ഗങ്ങളും ആസ്വദിച്ചുകൊണ്ട് റബ്ബിന്റെ തിരുസന്നിധിയിലാണ് ബിശ്റുൽ ഹാഫി നിൽക്കുന്നത്. ഞാൻ സ്വർഗ്ഗത്തിൽ എവിടെയോ ആണ്, ബിശ്റുൽ ഹാഫി അല്ലാഹുവിന്റെ ഹദ്റത്തിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നുവെന്ന് അഹ്മദ് ബിൻ ഹംബൽ എന്നവർ പറഞ്ഞത് നമ്മുടെ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ബിശ്റുൽ ഹാഫിയോട് ഹജ്ജിന് പോകാൻ വേണ്ടി സമ്മതം ചോദിക്കാൻ വന്ന ഒരാൾ, അയാളോട് ബിശ്റുൽ ഹാഫി തങ്ങൾ ചോദിച്ചു, ഇത് എത്രാമത്തെ ഹജ്ജാണ്? പറഞ്ഞു, രണ്ടാമത്തേത്. പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങാതെ, ഇറാഖിൽ നിന്ന് പുറത്തു പോകാതെ ഈ വർഷത്തെ ഹജ്ജിന്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. യാ ഇമാം ലിമല, എന്തുകൊണ്ട് വേണ്ട, എനിക്ക് വേണമത്. വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഹജ്ജിന്റെ കൂലി കിട്ടുമെങ്കിൽ എനിക്കത് വേണം. മഹാനായ ബിശ്റുൽ ഹാഫി പറഞ്ഞു, എത്രയാണ് നിങ്ങൾ ഹജ്ജിന് വേണ്ടി ചെലവ് കണക്കാക്കുന്നത്? 200 ദീനാർ, 200 സ്വർണ്ണ നാണയം. ബിശ്റുൽ ഹാഫി തങ്ങൾ പറഞ്ഞു, ആ കാശ് രോഗികളായ പാവപ്പെട്ടവർക്കും യതീമുകളായ മക്കൾക്കും വിധവകളായ പെണ്ണുങ്ങൾക്കും പാവപ്പെട്ട മിസ്കീനുമാർക്കും ഭക്ഷണം കൊടുക്കാൻ സഹായം ചെയ്യാൻ നിങ്ങൾ ഈ നാട്ടിൽ ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സുന്നത്തായ ഹജ്ജിനേക്കാളും വലുത് നിങ്ങൾ ചെയ്യുന്ന ഈ സേവനമാണ്. അതിന് അല്ലാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയാദർശങ്ങളെ പഠിച്ചെടുത്ത ഈ ഉമ്മത്തിന്റെ ഇമാമാണ് ബിശ്റുൽ ഹാഫി തങ്ങൾ. മഹാനവറുകൾ ഫത്വ കൊടുത്തു, നിങ്ങൾ ഹജ്ജിനല്ല പോവേണ്ടത്, ആ കാശി നാട്ടിൽ കൊടുത്തു പോകണം. എന്നാൽ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്തതിനേക്കാളും വലിയ പ്രതിഫലം അല്ലാഹു നൽകും. ഇങ്ങനെ ഒരു പ്രയോറിറ്റൈസേഷൻ ഉമ്മത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മത്ത് അങ്ങനെയാണ്. തുസ്തർ നഗരം കീഴടക്കുമ്പോ, തുസ്തറിന്റെ കോട്ടകളെ കീഴടക്കുന്ന യുദ്ധം നടക്കുമ്പോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അതിനെ സംബന്ധിച്ചൊരു ബാബുണ്ട്, ബാബു സ്വലാത്തി ഇൻദ മുനാഹദത്തിൽ ഹുസൂനി വലിഖാഇൽ അദുവ്. ഇമാം ബുഖാരി തങ്ങൾ ആ ഒരു ബാബിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സമയമാണത്. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഈ സംഘത്തിലുണ്ട്. അന്ന് യുദ്ധം നടന്നു 1 മാസത്തോളം. തുസ്തറിന്റെ കോട്ടക്കൊത്തളങ്ങളെ കീഴടക്കാനുള്ള യുദ്ധമാണ് നടന്നത്. ഇറാനിന്റെ മേൽപ്രദേശങ്ങളുള്ള ഖുറാസാനിന്റെ ഭാഗമാണ് തുസ്തർ. ആ യുദ്ധം നടക്കുമ്പോ സുബഹി വാങ്ക് വിളിക്കുന്നത് സ്വഹാബിമാർക്കറിയാം, സുബഹിയുടെ സമയമായിട്ടുണ്ട്. പക്ഷേ അന്ന് അവര് സുബഹി നിസ്കരിച്ചത് സൂര്യോദയം കഴിഞ്ഞതിന് ശേഷമാണ്. എന്തുകൊണ്ടെന്നറിയുമോ? സുബഹിയുടെ വാങ്ക് വിളിക്കുന്ന നേരത്തെങ്ങാനും യുദ്ധം നിർത്തിവെച്ചവര് നിസ്കരിക്കുകയായിരുന്നുവെങ്കിൽ അവിടെ വലിയൊരു കൂട്ടക്കൊലപാതകം നടക്കും. നിരപരാധികളായ ആളുകളുടെ, പാവങ്ങളായ ആളുകളുടെ ജീവൻ എടുക്കുന്ന അവസ്ഥ വരും അവിടെ. അതുകൊണ്ട് പ്രതിരോധം ചെയ്തുകൊണ്ട് ജീവഹാനി വരുത്താതെ ജീവന് സംരക്ഷണം കൊടുത്തുകൊണ്ട് മുന്നേറുകയാണ് ഈ സുബഹി. ആ ജമാഅത്തായി നേരത്തെ നിസ്കരിക്കുന്നതിനേക്കാളും വലുത് ആ സുബഹിയെ ഒരൽപ്പ നേരത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് നിസ്കരിക്കലാണെന്ന് സ്വഹാബിമാർ തീരുമാനമെടുത്തു. നിസ്കാരം പിന്തിക്കണം എന്നല്ല പറയുന്നത്. സുബഹി നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത അറിയാത്തത് കൊണ്ടല്ല സ്വഹാബിമാർ ഇത് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു യുദ്ധത്തിന്റെ മുഖത്താണ് അവർ നിൽക്കുന്നത്. ആ യുദ്ധമുഖത്ത് അവര് ആ നിസ്കാരം പിന്തിച്ചില്ല എങ്കിൽ അവർക്ക് വലിയ നഷ്ടം സംഭവിക്കും. ആ നഷ്ടം പരിഹരിക്കാനാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഇങ്ങനെ നിസ്കാരത്തെ പിന്തിച്ചത്. എന്തുകൊണ്ട്?
ജീവന്റെ സംരക്ഷണം നമ്മുടെ ഇബാദത്തിനോളം പ്രാധാന്യമുള്ളത് തന്നെയാണെന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ആ നിസ്കാരത്തെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ യസുറുനി ബിതിൽക സ്വലാ അദ്ദുന്യാ വമാ ഫീഹാ. ഞങ്ങളന്ന് നിസ്കരിച്ച നിസ്കാരം, സുബഹിന്റെ നിസ്കാരം, സൂര്യോദയം കഴിഞ്ഞിട്ട് നിസ്കരിച്ച ആ നിസ്കാരത്തിന് പകരം ഈ ലോകത്തെ സർവ്വതും എന്റെ കയ്യിൽ തന്നാൽ പോലും ആ നിസ്കാരം എനിക്കന്ന് പ്രിയപ്പെട്ടതായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഹദീസിന്റെ കിതാബുകളിലുണ്ട്. അബൂ മൂസ അശ്അരി തങ്ങളായും ഇമാം നിന്നത് സുബഹി നിസ്കാരത്തിന് ഇമാം ബുഖാരി തങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചു. ബാബു സ്വലാത്തി ഇൻദ മുനാഹദത്തിൽ ഹുസൂനി വലിഖാഇൽ അദുവ്. ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോഴും കോട്ടകളെ കീഴടക്കുമ്പോഴും എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന ടൈറ്റിൽ കൊടുത്തിട്ട് ഹദീസ് കൊണ്ടുവന്നു. സംഭവം ഉദ്ധരിച്ചു. അവർ സുബഹി നിസ്കാരത്തെ പിന്തിച്ചു. കാരണം എന്ത്? ആ പിന്തിക്കൽ ജീവഹാനി തടയാനും ജീവന് അപായം വരുന്നത് ഇല്ലാതെയാക്കാനും അനിവാര്യമാണ് എന്ന് സ്വഹാബിമാർ മനസ്സിലാക്കിയത് കൊണ്ട്. അതാണ് ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ അടുത്തുണ്ടെന്ന് വിചാരിക്കാം. ഒരു കുട്ടി ആ സ്വിമ്മിംഗ് പൂളിലേക്ക് വീണ് മരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുന്ന ആള് നിസ്കാരം മുറിച്ചുകൊണ്ട് കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്നാണ് മസ്അല. ജീവന് വിലയുണ്ട്. നിങ്ങൾ നിസ്കരിക്കുന്നു, ഒരു കുട്ടിയെ വല്ല പാമ്പ് വന്ന് കടിക്കുന്നു, നിസ്കാരം മുറിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കലാണ് നിങ്ങൾക്ക് നിർബന്ധം. അവിടെ നിസ്കാരം പിന്നെയാ നിസ്കരിക്കേണ്ടത്. ജീവന് വിലയുണ്ട്, മനുഷ്യ ജീവനുകൾക്ക് വിലയുണ്ട്. ഉമ്മത്തിന് സേവനം ചെയ്യലും മനുഷ്യർക്ക് സേവനം ചെയ്യലും സമാധാനം നിലനിർത്തലും ലോകത്തിന്റെ അനിവാര്യതകളാണ് എന്ന് 1000 തവണ പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവങ്ങളും അവിടുത്തെ ഹദീസുകളും സ്വഹാബികളുടെ ജീവിതങ്ങളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അൽ ബിർറു ലാ യബ്ലാ, ഒരു നന്മയും നഷ്ടപ്പെട്ടു പോവില്ല. വദ്ദംബു ലാ യുൻസാ, ഒരു തെറ്റും അല്ലാഹു മറന്നു പോവില്ല. കമാ തദീനു തുദാൻ യഅമൽ മാ ശിഅത കമാ തദീനു തുദാൻ. നിനക്ക് വേണ്ടതുപോലെ നിനക്ക് ജീവിക്കാം. എന്താണോ നീ ചെയ്യുന്നത് അതായിരിക്കും നിനക്ക് തിരിച്ചു കിട്ടുന്നത്. ഉമ്മാക്ക് സേവനം ചെയ്ത് മൂസ നബിയുടെ കൂടെ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാഷണം ആരംഭിക്കുന്നത്. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ തലയെടുത്തതിന് പകരം സ്വന്തം മകളുടെ തലയെടുക്കാൻ ഒരു ഉമ്മായെ അള്ളാഹു തോന്നിപ്പിച്ചതും ആ പെണ്ണിനും ആ നാട്ടുകാരായ 57,000 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതും ഒരു പ്രവാചകനെ ഉപദ്രവിച്ചതിന്റെ പേരിൽ. തെറ്റുകളെ അള്ളാഹു കണ്ടില്ലെന്ന് നടിക്കുന്നില്ല. അക്രമങ്ങളും അനീതികളും ലോകം വിചാരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കൃത്യങ്ങൾക്ക് ശിക്ഷയുണ്ട്, പരാക്രമങ്ങൾക്ക് അനീതികൾക്ക് ശിക്ഷയുണ്ട്. ആ ശിക്ഷ അള്ളാഹു നിശ്ചയിച്ചൊരു സമയത്ത് അവരെ പിടികൂടുക തന്നെ ചെയ്യും, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിലെ ഗസയിൽ കഷ്ടപ്പെടുന്ന ഉമ്മമാർ, പിഞ്ചു പൈതങ്ങൾ അടക്കമുള്ളവർ, അള്ളാഹുവിന്റെ ഹിക്മത്തും റബ്ബിന്റെ ഇടപെടലും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ സഹോദരങ്ങൾക്ക് അവിടുത്തെ നമ്മുടെ സഹോദരങ്ങളിൽ നിലനിൽക്കണം. മനുഷ്യരൊന്നായി ഒരു മനസ്സായി ഒരുമയോടെ സ്നേഹത്തോടെ ജീവിക്കണം. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറായ നബിയാണ് ഹബീബുനാ റസൂലുള്ളാഹ്. അതാണ് ഹുദൈബിയ സന്ധി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സേവന നിരതരാവണം. പള്ളിക്ക് സേവനം ചെയ്തുകൊണ്ട് ഞാൻ കഴിഞ്ഞോളാം, ഞാൻ ഹാജിമാർക്ക് വെള്ളം കൊടുത്തോളാം, 1 or 2 കാര്യം മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞ് ആരും മാറി നിൽക്കരുത്. ഓരോരുത്തർക്കും അല്ലാഹു നൽകിയ കഴിവുകൾ, ആ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ സേവനം ചെയ്യേണ്ടവരാണ് എന്ന് ആഴത്തിൽ പഠിപ്പിച്ചുകൊണ്ടാണ്, ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്.